നിങ്ങൾക്കറിയാമോ, അമേരിക്കയിൽ 1500 ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. പൊതുവെ ക്രിസ്തീയ രാജ്യമെന്നറിയപ്പെടുന്ന അമേരിക്കയിൽ ഹൈന്ദവ മതം അതിവേഗം വളർച്ച പ്രാപിക്കുകയാണ്. അമേരിക്കയെ വേണമെങ്കിൽ നമുക്ക് ഹിന്ദു മതത്തോട് ഉപമിക്കാം. ഹിന്ദു മതം പോലെ തന്നെ തന്നിലേക്ക് വരുന്ന സകലത്തെയും സ്വീകരിക്കുന്ന, സകലത്തെയും സ്വാംശീകരിക്കുന്ന, എല്ലാവരോടും സഹാനുഭൂതി കാണിക്കുന്ന, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. വിശാലതയുള്ള ഒരു രാജ്യം. 1905 അമേരിക്കയിൽ ആദ്യത്തെ ഹൈന്ദവ ക്ഷേത്രം സാൻ ഫ്രാൻസിസ്കോയിൽ ആരംഭിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച വേദാന്ത സൊസൈറ്റിയാണ് ആ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. ഇന്നിപ്പോൾ അമേരിക്കയിൽ ധാരാളം ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്, ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായ ന്യൂജേഴ്സിയിലെ ശ്രീ സ്വാമി നാരായണ മന്ദിർ പോലെയുള്ള പടുകൂറ്റൻ നിർമ്മിതികൾ യേശുക്രിസ്തുവിലും ക്രൈസ്തവ മൂല്യങ്ങളിലും വേദപുസ്തകത്തിലും അടിത്തറയിട്ട് വളർച്ച പ്രാപിച്ച ഒരു രാജ്യം എങ്ങനെ ഹൈന്ദവ മതത്തിന് ഇത്ര വലിയ സ്വാധീനമുണ്ടായി? എന്താണ് അമേരിക്കയിലെ ഹൈന്ദവ മതത്തിന്റെ വളർച്ചയുടെ കാരണങ്ങൾ? അതിന്റെ അടിത്തറ എന്താണ്? ചരിത്രം എന്താണ്? നമുക്ക് പരിശോധിക്കാം. വർഷം 1893 കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന്റെ 400ാമത്തെ വാർഷികം. അതോടനുബന്ധിച്ച് ഒരു ലോക മത സമ്മേളനം ഷിക്കാഗോയിൽ വെച്ച് നടത്തുവാൻ തീരുമാനമുണ്ടായി. ജോൺ ഹെൻറി ബാരോസ് എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു അതിന്റെ സംഘാടകൻ. അദ്ദേഹം ലോകമെങ്ങുമുള്ള മത നേതാക്കൾക്ക് കത്തുകൾ അയച്ചു. 10,000-ഓളം കത്തുകളാണ് അദ്ദേഹം അയച്ചത്. ഈ ക്ഷണം സ്വീകരിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ മതങ്ങളിൽപ്പെട്ട ആചാര്യന്മാർ, മത നേതാക്കൾ ഷിക്കാഗോയിലേക്ക് വന്നു. എന്നാൽ ബ്രിട്ടനിലെ പ്രമുഖ ക്രൈസ്തവ സമൂഹമായ ആംഗ്ലിക്കൻ ചർച്ചിന്റെ കാൻഡൻബറി ആർച്ച് ബിഷപ്പ് ഇപ്രകാരം പറഞ്ഞു: ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം, ക്രിസ്തീയ മതമാണ് യഥാർത്ഥ മതം, ഞാൻ ഈ സമ്മേളനത്തിൽ വരുന്നില്ല. എന്നാൽ അമേരിക്കയിലെ പ്രമുഖ പ്രൊട്ടസ്റ്റന്റ് സമൂഹമായ സദേൺ ബാപ്റ്റിസ്റ്റ് സഭയ്ക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. എല്ലാ മതങ്ങളും വരട്ടെ, അവരുടെ ആശയങ്ങൾ പറയട്ടെ, പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്നായിരുന്നു അവർ പറഞ്ഞതിന്റെ ചുരുക്കം. ഏതായാലും സമ്മേളനം നടന്നു. 7000-ഓളം ഡെലിഗേറ്റ്സ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവിടെ വരികയും സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ സമ്മേളനത്തിൽ ഹൈന്ദവ മതത്തെ പ്രതിനിധീകരിച്ച് 30 വയസ്സുള്ള സുന്ദരനായ വിചിത്ര വേഷധാരിയായ ഒരു സന്യാസി 5-6 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്തുന്നതുവരെ ഈ സ്വാമിയെ ആർക്കും അറിയത്തില്ലായിരുന്നു. എന്നാൽ ആ ഒറ്റ പ്രസംഗം കൊണ്ട് അമേരിക്കയുടെ മനസ്സ് കീഴടക്കുവാൻ സ്വാമി വിവേകാനന്ദൻ എന്ന ഇന്ത്യൻ സന്യാസിക്ക് സാധിച്ചു. പിന്നീട് ഉണ്ടായതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. Sisters and brothers of America, I thank you in the name of the most ancient order of monks in the world. എല്ലാ പ്രഭാഷണങ്ങളുടെയും ആരംഭത്തിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നുള്ള പതിവ് സംബോധന കേട്ട് ശീലിച്ച അമേരിക്കക്കാർക്ക് സഹോദരി സഹോദരന്മാർ എന്നുള്ള ഈ സംബോധന ഇച്ഛ പിടിച്ചു. അവരെഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ചാണ് സ്വാമിയെ സ്വീകരിച്ചത്. 1893 ഒക്ടോബർ 11 ഷിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദന്റെ ഈ പ്രസംഗം വരെ അമേരിക്കക്കാരുടെ ഒരു പൊതുധാരണ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതരും സംസ്കാരമില്ലാത്തവരുമായ ജനങ്ങളുടെ നാടെന്നുള്ള ധാരണയാണ് ഉണ്ടായിരുന്നത്. സുന്ദരമായ ഇംഗ്ലീഷിൽ അസാധാരണമായ വാഗ്ധോരണിയോടെ സ്വാമി വിവേകാനന്ദൻ വസുദൈവ കുടുംബകത്തെ കുറിച്ച് പറഞ്ഞു. ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. പിന്നെ മതങ്ങളുടെ പേരിൽ നമ്മൾ എന്തിനാണ് പരസ്പരം പോരടിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. എല്ലാ മതങ്ങളും സത്യമന്വേഷിക്കുന്നു, എല്ലാ മതങ്ങളും ഒരു മഹാസമുദ്രത്തിലേക്ക് എത്തുന്ന വിവിധ നദികൾ പോലെയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം. ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു: ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും മാതാവ് ഹിന്ദുമതമാണ്. ലോക മതങ്ങളുടെ മാതാവായ ഹിന്ദുമതം സഹിഷ്ണുതയുടെ മതമാണ്. ഭാരതത്തിലേക്ക് വന്ന എല്ലാ മതങ്ങളെയും ഞങ്ങൾ സ്വീകരിച്ചു. യഹൂദൻ വന്നപ്പോൾ യഹൂദനെ സ്വീകരിച്ചു, സ്വരാഷ്ട്രീയർ വന്നപ്പോൾ അവരെ സ്വീകരിച്ചു, ക്രൈസ്തവർ വന്നപ്പോൾ അവരെ സ്വീകരിച്ചു, അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തെയും ഞങ്ങൾ സ്വീകരിച്ചു. സത്യത്തിൽ ഈ പ്രസംഗമാണ് അമേരിക്കയിൽ ഹിന്ദു മതത്തിന്റെ പ്രവേശന കവാടമായി മാറിയത്. ഷിക്കാഗോയിലെ ഈ പ്രസംഗാനന്തരം
സ്വാമി വിവേകാനന്ദന് അടുത്ത 4 വർഷത്തേക്ക് അമേരിക്കയിലും യൂറോപ്പിലും നിരവധി പ്രോഗ്രാമുകൾ ലഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ യോഗ, അതീന്ദ്രിയ ധ്യാനം, സസ്യാഹാരം, മിസ്റ്റിസിസം ഇങ്ങനെ നിരവധിയായ ആശയങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം അമേരിക്കക്കാർക്ക് പുതുതായിരുന്നു. ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ ഓടിക്കൂടി. നിരവധി പേർ അദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിലേക്ക് വന്നു. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾക്ക് അമേരിക്ക ചെവി കൊടുക്കുവാൻ ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലം കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ലോകമെങ്ങും കൊളോണിയൽ വാഴ്ച നടക്കുന്ന കാലമാണ്. ബ്രിട്ടീഷ് ഭരണകൂടവും യൂറോപ്യൻ രാജ്യങ്ങളും ലോകരാജ്യങ്ങളിൽ പലതിനെയും അടക്കി വാഴുന്നു, കൊള്ളയടിക്കുന്നു. രണ്ടാമത് ക്രൈസ്തവ മതത്തിന്റെ മിഷണറിമാർ ലോകമെങ്ങും പോയി ആളുകളെ മതം മാറ്റം നടത്തുന്നു, ക്രൈസ്തവരാക്കി മാറ്റുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു. മൂന്നാമതായി യൂറോപ്പിൽ കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളും തമ്മിൽ നിരന്തരമായ പോരാട്ടങ്ങൾ നടക്കുകയാണ്. പലപ്പോഴും രക്തരൂക്ഷിതമായിരുന്നു ആ പോരാട്ടങ്ങൾ. ഇങ്ങനെ അസ്വസ്ഥമായ ഒരു ലോക സാഹചര്യത്തിലേക്കാണ് വിവേകാനന്ദൻ ഐക്യതയുടെയും യോജിപ്പിന്റെയും എല്ലാറ്റിനെയും അംഗീകരിക്കുക എന്നുള്ള വിശാലമായ ഒരു സന്ദേശവുമായി മുന്നോട്ട് വരുന്നത്. സ്വാഭാവികമായും ഇതിനോട് അമേരിക്കൻ ജനത അനുകൂലമായി പ്രതികരിക്കുകയായിരുന്നു. സ്വാമി വിവേകാനന്ദൻ തന്റെ പ്രഭാഷണങ്ങളിൽ ക്രൈസ്തവ മതത്തെയും സഭകളെയും അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ബാർബേറിയൻ മതമെന്നൊക്കെയാണ് ക്രൈസ്തവ മതത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. മാത്രവുമല്ല, ക്രൈസ്തവ സഭകളുടെ മിഷണറി പ്രവർത്തനങ്ങളെ നിശിതമായി അദ്ദേഹം വിമർശിക്കുന്നു. പ്രത്യേകിച്ച് ഭാരതത്തിൽ ക്രൈസ്തവ മിഷണറിമാർ മതം മാറ്റം നടത്തുന്നതിനെ അദ്ദേഹം ശക്തിയായി എതിർത്തു. എന്നാൽ ഏറ്റവും വൈരുദ്ധ്യമായ കാര്യമെന്ന് പറയുന്നത്, ഭാരതത്തിൽ ക്രൈസ്തവ മിഷണറിമാർ മതം മാറ്റം നടത്തുന്നതിനെ എതിർത്ത വിവേകാനന്ദൻ തന്നെ മാർഗരറ്റിനെ നിവേദിതയാക്കിക്കൊണ്ട് അമേരിക്കയിൽ ക്രൈസ്തവ മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും നിരവധി ആളുകളെ ഹിന്ദു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുകയും ചെയ്തു. പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ വൈരുദ്ധ്യമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സ്വാമി വിവേകാനന്ദനെ തുടർന്ന് ധാരാളം മഹർഷിമാരും യോഗിമാരും സ്വാമിമാരും അമേരിക്കയിലേക്ക് നിരന്തരമായി യാത്ര ചെയ്തു. ഹൈന്ദവ മതത്തിന്റെ തത്വങ്ങൾ പഠിപ്പിച്ചു, യോഗ പഠിപ്പിച്ചു, അതീന്ദ്രിയ ധ്യാനം പഠിപ്പിച്ചു, സസ്യാഹാരം ശീലിക്കേണ്ടതിന്റെ ഗുണങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അമേരിക്കയിൽ നല്ലൊരു ശിഷ്യ സമ്പത്ത് ഈ ഗുരുക്കന്മാർക്കെല്ലാം ലഭിച്ചു. ഹൈന്ദവ മതത്തിന് വലിയ സ്വാധീനമുണ്ടായി. 1960-കൾ രണ്ടാം ലോക മഹായുദ്ധാനന്തരമുള്ള ലോകക്രമം അരക്ഷിതമായ ഒരു സാഹചര്യമായിരുന്നു. അമേരിക്കൻ യുവത ആത്മീയത അന്വേഷിച്ച് പരക്കം പായുന്ന ഒരു കാലഘട്ടം. അവരുടെ മുൻപിലേക്കാണ് ഹൈന്ദവ മതത്തിന്റെ മഹർഷിമാരും യോഗിമാരും ഒക്കെ പുതിയ ആശയങ്ങളുമായി എത്തിയത്. അവർ ആശ്വാസം കണ്ടെത്തുവാൻ മദ്യവും മയക്കുമരുന്നും ഒക്കെ ധാരാളം ഉപയോഗിച്ചു. ഹിപ്പിസത്തിന്റെ ഒക്കെ വളർച്ചയുടെ കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ ലോകമെങ്ങുമുള്ള യുവജനങ്ങളെ ആകർഷിച്ച ഏറ്റവും വലിയ ഇംഗ്ലീഷ് ബാൻഡായിരുന്നു ബീറ്റിൽസ്. ബീറ്റിൽസിന്റെ ഗാനങ്ങൾ യുവജനങ്ങൾ ആവേശത്തോടെ സ്വീകരിച്ചു. ഒടുവിൽ ബീറ്റിൽസ് ഇന്ത്യയിൽ വന്ന് ഋഷികേശിൽ 40 ദിവസം യോഗ ചെയ്യുകയും ധ്യാനമിരിക്കുകയും ചെയ്തു. അതിന്റെ ചിത്രങ്ങൾ വലിയ ആവേശത്തോടെയാണ് അമേരിക്കൻ യുവത സ്വീകരിച്ചത്. ഇതൊക്കെ ഹൈന്ദവികതയുടെ, ഭാരത സംസ്കാരത്തിന്റെ ഒരു വലിയ പ്രചരണത്തിന് മുഖാന്തരമായി മാറി. 80-കളായപ്പോഴേക്ക് ഭഗവാൻ രജനീഷിന്റെ കുത്തഴിഞ്ഞ ലൈംഗികതയുമായുള്ള യാത്ര അമേരിക്കയിലേക്കുണ്ടായി. ധാരാളം അനുയായികളെ അദ്ദേഹം സൃഷ്ടിച്ചു. അദ്ദേഹം മാത്രമല്ല, നിരവധിയായ മഹർഷിമാർ, യോഗിമാർ, ആൾ ദൈവങ്ങൾ, ഇന്നിപ്പോൾ ശ്രീ ശ്രീ രവിശങ്കർ, മാതാ അമൃതാനന്ദമയി തുടങ്ങിയ എല്ലാ ഇന്ത്യൻ ഗുരുക്കന്മാർക്കും ആൾ ദൈവങ്ങൾക്കും അമേരിക്കയിൽ ധാരാളം അനുയായികളുണ്ട്. അവരുടെ വരുമാനത്തിന്റെ പ്രധാന സോഴ്സാക്കി അമേരിക്കയെ മാറ്റുവാൻ ഈ ഇന്ത്യൻ ഗുരുക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിന്ദുമതം ഒരു കാലത്തും ഒരു മിഷണറി മതമായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. ഹരേ രാമ ഹരേ കൃഷ്ണ പോലുള്ള പ്രസ്ഥാനങ്ങൾ വളരെ അഗ്രസീവായ മതപരിവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അമേരിക്കയിൽ എത്തിയാൽ എയർപോർട്ടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ലഘുലേഖകളുമായി അല്ലെ തെരുവിൽ മന്ത്രോച്ചാരണങ്ങളുമായി ഇസ്കോണിന്റെ വോളണ്ടിയേഴ്സിനെ നമ്മൾ കണ്ടുമുട്ടും. പ്രമുഖ പട്ടണങ്ങളിലെല്ലാം നമുക്ക് ഇസ്കോണിന്റെ പ്രവർത്തകരെ കാണുവാൻ സാധിക്കും. അവർ അതിതീവ്രമായി മതപരിവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു.
ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അമേരിക്കയിലെ ഹൈന്ദവ മതത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാന കാരണമായി മാറിയത് 1965 ഇമിഗ്രേഷൻ ലോയാണ്. ആ ഇമിഗ്രേഷൻ ലോയിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അമേരിക്കയിലേക്ക് കുടിയേറി. ഇന്ത്യയിൽ നിന്നും ധാരാളം കുടുംബങ്ങൾ അങ്ങനെ കുടിയേറിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുടിയേറിയവരിൽ ആദ്യഘട്ടത്തിൽ മലയാളികളാണ് അമേരിക്കയിലേക്ക് കുടിയേറിയത്. ബൈബിൾ കോളേജുകളിൽ പഠിക്കുവാൻ പോയ സുവിശേഷകരും നേഴ്സുമാരുമായിരുന്നു ഒന്നാം ഘട്ടത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറിയവർ. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ വിവിധ പ്രൊഫഷനുകളിൽപ്പെട്ട ധാരാളം ആളുകൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി. പ്രത്യേകിച്ച് ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ പ്രവാഹം അമേരിക്കയിലേക്കുണ്ടായി. സ്വാഭാവികമായും അതെല്ലാം ഹൈന്ദവ കുടുംബങ്ങളാണ്. അങ്ങനെ ഇന്ത്യൻ ഹിന്ദു സമൂഹം അമേരിക്കയിൽ വളർച്ച പ്രാപിച്ചു. അവരുടെ ആരാധനാ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ആദ്യം വീടുകളിൽ പൂജാമുറികൾ സെറ്റ് ചെയ്ത് പൂജകൾ നടത്തുകയായിരുന്നു. പിന്നീട് ഉത്സവങ്ങളോടൊക്കെ അനുബന്ധിച്ച് അത് പൊതുസ്ഥലങ്ങളിലേക്ക്, വാടക കെട്ടിടങ്ങളിലേക്ക്, ഓഡിറ്റോറിയങ്ങളിലേക്കൊക്കെ മാറ്റപ്പെട്ടു. പതിയെ പതിയെ സ്വന്തം ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ ഒക്കെ ഉണ്ടാക്കുവാൻ തുടങ്ങി. ഹൈന്ദവ അമ്പലങ്ങൾ പണിയുന്നതിന് ഒരു ക്രൈസ്തവ ദേവാലയം പുതുതായി ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഹൈന്ദവ ദേവാലയങ്ങളിൽ ഒന്നിച്ച് ഒത്തിരി ആളുകൾ പങ്കെടുക്കേണ്ട ചടങ്ങുകളില്ല. വളരെ കുറച്ച് ആളുകൾക്ക് പോയി ദർശനം നടത്തി പോകേണ്ടതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ പാർക്കിംഗ് പോലുള്ള വലിയ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതില്ല. സ്വാഭാവികമായും അതോറിറ്റികൾ പെട്ടെന്ന് ഇവർക്ക് അനുമതികൾ നൽകുന്നു. കൂടാതെ ന്യൂനപക്ഷ സമൂഹം എന്നുള്ള നിലയിൽ പ്രത്യേകമായ ഒരു കൺസിഡറേഷൻ കൂടെ ഉണ്ട് എന്ന് കരുതിക്കോളൂ. ഏതായാലും അമേരിക്കയിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പഴയ വീടുകൾ അല്ലെങ്കിൽ വിൽക്കാനിട്ടിരിക്കുന്ന പഴയ പള്ളികൾ ഒക്കെ അവർ വാങ്ങി വളരെ വ്യാപകമായ നിലയിൽ ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ നിർമ്മിതി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം. ഇത് അമേരിക്കയിലെ ക്യൂൻസിലുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം നിലനിൽക്കുന്ന ഈ ബിൽഡിങ് ആദ്യം ഒരു പെന്തക്കോസ്ത് സഭയുടെ ആരാധനാലയമായിരുന്നു. ഞാൻ ആ സഭയിൽ പല തവണ പോകുകയും ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ മലയാളി പെന്തക്കോസ്ത് സഭ ICA, ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ആരാധനാലയമായിരുന്നു ഇത്. അവരുടെ അംഗങ്ങൾ വർദ്ധിച്ചു വരികയും അവർക്ക് വിശാലമായ മറ്റൊരു ഫെസിലിറ്റി ഉണ്ടാകുകയും ചെയ്യേണ്ടത് ആവശ്യമായി വന്നപ്പോൾ അവർ ഈ ബിൽഡിംഗ് വിൽക്കുകയും മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയും ചെയ്തു. ഇന്ന് ആ ബിൽഡിംഗ് പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമായി മാറ്റപ്പെട്ടിരിക്കുന്നു. ഇത് അമേരിക്കയിൽ ഉടനീളം ഇങ്ങനെ ധാരാളം പള്ളികളും പഴയ വീടുകളും ഒക്കെ ക്ഷേത്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെറിയ സംവിധാനങ്ങൾ മാത്രമല്ല, അതിവിശാലമായ 100 കണക്കിന് ഏക്കർ സ്ഥലത്ത് ഗംഭീരമായ നിർമ്മിതികളുമായി നിരവധി ക്ഷേത്രങ്ങൾ അമേരിക്കയിൽ ഉയർന്നു വരികയാണ്. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുമ്പോൾ ഹൈന്ദവ സ്വാധീനം അമേരിക്കയിൽ വർദ്ധിക്കുന്നതിന് കൂടുതൽ സാധ്യതകൾ തുറന്നു വരികയാണ്. അമേരിക്കയിലെ ഹൈന്ദവ സമൂഹത്തിന് ട്രംപ് ഭരണകൂടത്തിൽ വലിയ സ്വാധീനമുണ്ടാകും. കോൺഗ്രസ് അംഗങ്ങളിൽ തന്നെ 7 പേർ ഹൈന്ദവ വിശ്വാസികളാണ്. ട്രംപിന്റെ ടീമിൽ തന്നെ തീവ്ര ഹിന്ദു നിലപാടുകാരായ നിരവധി പേരുണ്ട്. ട്രംപിന്റെ വൈസ് പ്രസിഡന്റായ JD വാൻസിന്റെ ഭാര്യ ഉഷ ചിലിക്കുരി ഒരു പ്രാക്ടീസിങ് ഹിന്ദുവാണ്. ട്രംപിന്റെ ഭരണകൂടത്തിൽ വേറെയും തീവ്ര നിലപാടുകാരായ ഹൈന്ദവരുണ്ട്. വിവേക് രാമസ്വാമി, കൗശിക് പട്ടേൽ തുടങ്ങിയവർ അതിൽ പ്രമുഖരാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ട്രംപിന്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട ലോക നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹം വിശ്വഗുരു എന്നാണ് തന്നെ വിശേഷിപ്പിക്കുന്നത്. യോഗയുടെ പ്രചരണത്തിനായും വസുദൈവ കുടുംബകം, ലോക സമസ്തോ സുഖിനോ ഭവന്തു തുടങ്ങിയ ആശയങ്ങളുടെ പ്രചരണത്തിനുമായി അദ്ദേഹം ഒരു ഗുരുവിന്റെ വേഷം കെട്ടിയിരിക്കുന്നു. അമേരിക്കൻ സമൂഹത്തിൽ ഹൈന്ദവ ആശയങ്ങൾക്ക് വലിയ പ്രചാരമുണ്ടാകുവാൻ ഇതൊക്കെ കാരണമായി മാറിയിട്ടുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞത് ഹൈന്ദവ മതത്തിന്റെ അമേരിക്കയിലെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ചാണ്. ക്ഷേത്രങ്ങൾ വർദ്ധിക്കുന്നു. ഏകദേശം 1500-ലധികം ക്ഷേത്രങ്ങൾ അമേരിക്കയിൽ ഇതിനകം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്നൊക്കെയാണ്. ക്രൈസ്തവ രാജ്യമെന്ന് നമ്മൾ കരുതുന്ന
ക്രൈസ്തവ ആശയങ്ങളിൽ അടിയുറച്ച് വളർച്ച പ്രാപിച്ച ഒരു രാജ്യം എങ്ങനെ ഇത്ര വ്യാപകമായി ഹൈന്ദവ സ്വാധീനത്തിലേക്ക് മാറ്റപ്പെടുന്നു? ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്ന് രണ്ട് നിരീക്ഷണങ്ങൾ മാത്രം അവതരിപ്പിക്കട്ടെ. ഒന്നാമതായിട്ട്, അമേരിക്കൻ ക്രൈസ്തവർ തങ്ങളുടെ മതവിശ്വാസവും വേദപുസ്തകവും ഉപേക്ഷിച്ചിരിക്കുന്നു. വലിയൊരു വിഭാഗം പള്ളിയിൽ പോകുന്നവരല്ല അമേരിക്കക്കാർ. ക്രൈസ്തവ വിശ്വാസത്തെ അവർ ഹൃദയത്തിൽ നിന്ന് തൂത്തെറിഞ്ഞിരിക്കുന്നു. മെറ്റീരിയലിസത്തിന്റെ വളർച്ച, പുതുമ തേടിയുള്ള യാത്രകൾ, ഇതെല്ലാം അമേരിക്കക്കാരുടെ മതവിശ്വാസത്തിൽ കാതലായ മാറ്റം വരുവാൻ കാരണമായിരിക്കുന്നു. രണ്ടാമത്, എല്ലാ കാലഘട്ടത്തിലും അമേരിക്കൻ ക്രൈസ്തവർക്ക് വളരെ ഐക്കോണിക് ആയിട്ടുള്ള ക്രിസ്തീയ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ധാർമ്മികമായി അവരെ നയിക്കുന്ന മഹാനായ ബില്ലി ഗ്രഹാമിനെ പോലെയുള്ള ലീഡേഴ്സ്. പക്ഷെ ഇന്ന് അമേരിക്കയ്ക്ക് അത്തരം ഐക്കോണിക് ക്രിസ്ത്യൻ ലീഡേഴ്സ് ഇല്ല. വലിയ ധാർമ്മിക അധപതനത്തിലേക്ക് അമേരിക്ക വീണുപോകുവാൻ അതൊരു പ്രധാന കാരണമാണ്. വിശ്വാസം ത്യജിക്കുവാൻ അതൊരു കാരണമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യയിൽ കടുത്ത മതപീഡനം ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷീകരണത്തിന്റെ പേരിൽ, മതപരിവർത്തനത്തിന്റെ പേരിൽ ക്രൈസ്തവർക്കെതിരെ ഹൈന്ദവ തീവ്ര സംഘടനകൾ ശക്തമായ നിലപാടെടുക്കുന്നു. പലപ്പോഴും അത് അക്രമങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. മാത്രവുമല്ല, ഇവിടുത്തെ നീതിപീഠങ്ങൾ പോലും ക്രൈസ്തവർക്കെതിരായ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സുവിശേഷകർ ജയിലുകളിൽ കിടക്കുന്നു മതപരിവർത്തനത്തിന്റെ പേരിലുള്ള വ്യാജ ആരോപണങ്ങളാൽ. ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ഈ തീവ്ര ഹിന്ദു സംഘടനകൾ, അവരുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകൾ അമേരിക്കയിൽ അവിടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പതിനായിരക്കണക്കിന് അമേരിക്കക്കാരെ ഹൈന്ദവ മതത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു തന്ത്രം യോഗയെയാണ് അവർ ഉപയോഗിക്കുന്നത്. യോഗ പരിശീലനത്തിന് വേണ്ടി വർഷാവർഷം ഇന്ത്യയിലേക്ക് എത്തുന്നത് പതിനായിരക്കണക്കിന് അമേരിക്കക്കാരാണ്. ആ വരുന്നവർ ഇവിടെ യോഗ പരിശീലിച്ചു കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത് മിക്കപ്പോഴും ഹൈന്ദവ മതം സ്വീകരിച്ചുകൊണ്ടാണ് മടങ്ങിപ്പോകുന്നത്. മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. തീവ്ര നിലപാടുകളുള്ള ഹൈന്ദവ സംഘടനകളിൽ പലതിനും അമേരിക്കയിലെ ക്രൈസ്തവ ചാരിറ്റി പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് സാൽവേഷൻ ആർമി പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഫണ്ട് പോലും ലഭിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരതത്തിൽ ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കുവാൻ നമ്മളുടെ ഭരണഘടന അനുമതി നൽകുന്നുണ്ട്. ആർക്കും ഏത് മതവും പ്രചരിപ്പിക്കാം, ആർക്കും ഏത് മതത്തിലേക്കും മാറാം, ആ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇവിടുത്തെ തീവ്ര ഹൈന്ദവ സംഘടനകൾ ആ മതം മാറ്റത്തെ ശക്തമായി എതിർക്കുന്നു. എന്നാൽ ഈ എതിർക്കുന്ന സംഘടനകൾ തന്നെ അമേരിക്കയിൽ അവിടെ ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അമേരിക്കക്കാരെ മതം മാറ്റുന്നു. ഇത് തികച്ചും വൈരുദ്ധ്യമാണ്, വൈരുദ്ധ്യമായ നിലപാടാണ്. അത് തുറന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.